ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ പരിപാടിയായിരിക്കുന്ന സഭ ക്ഷേമമായും ആരോഗ്യകരമായും പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയുടെ നേതൃത്വം സംബന്ധിച്ച പൊതുവായിരിക്കുന്ന ചില പ്രമാണങ്ങള് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നേതൃത്വത്തിന്റെ പ്രയോജനത്തെ പറ്റിയും ആവശ്യകതയെ പറ്റിയും ഇന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭയുടെ നേതൃത്വമായിരിക്കുന്ന മൂപ്പന്മാര്, ഡീക്കന്മാര്, കർത്താവ് ദാനം ചെയ്തിരിക്കുന്നതായിരിക്കുന്ന മിഷണറിമാര്, പ്രവാചകന്മാര്, അതുപോലെ തന്നെ സുവിശേഷകന്മാര്, ഇടയ ഉപദേഷ്ടാക്കന്മാര്, അവരെ കുറിച്ചുള്ള ക്ലാസ്സുകളല്ല ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നേതൃത്വത്തെ സംബന്ധിച്ചുള്ള ചില അതിപ്രധാന പ്രമാണങ്ങൾ, പൊതുവായ പ്രമാണങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ജനറൽ നിന്നാണ് നമുക്ക് സ്പെസിഫിക്കിലേക്ക് പോകേണ്ടത്. സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലേക്ക് പോകാൻ സാധ്യമല്ല. ഇപ്പോൾ നേതൃത്വ പ്രമാണങ്ങൾ നാം സത്യസന്ധമായി മനസ്സിലാക്കുന്നില്ലെങ്കിൽ നേതൃത്വത്തിൽ നാം പരാജയപ്പെടുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവജനത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് നേതൃത്വത്തിന്റെ ചരിത്രമാണ്. ഇപ്പൊ യെരുശലേമിലെ സഭയെ പറ്റി നാം എടുത്താൽ, നമുക്ക് സഭയിൽ 3000 വിശ്വാസികൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവരെ ആരും നമുക്കറിയില്ല. അവരൊക്കെ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും കർത്താവിന്റെ വേലയിലും വഴിയിലും താല്പര്യത്തോടു കൂടെ മുന്നോട്ട് പോകുന്നവരുമായിരുന്നു എന്ന് നമുക്ക് പൊതുവെ അറിയാം. എന്നാൽ നമുക്ക് ഒരു പത്രോസിനെ കുറിച്ചും അതുപോലെ തന്നെ അന്ത്രയോസിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും ഇങ്ങനെ നമുക്ക് അനേകരെ കുറിച്ച് വ്യക്തിപരമായി അറിയാം. സ്തെഫാനോസിനെ കുറിച്ച് അറിയാം, ഫിലിപ്പോസിനെ കുറിച്ച് അറിയാം. ഇവരെല്ലാം ആ സഭയുടെ നേതാക്കന്മാരായിരുന്നു, നേതൃത്വത്തിലുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, സഭയുടെ ആയാലും ഇസ്രായേലിന്റെ ആയാലും ചരിത്രം എന്ന് പറയുന്നത് ദൈവം ഉപയോഗിച്ച ചില വ്യക്തികളുടെ ചരിത്രമാണ്. പഴയതിൽ നമുക്ക് മോശയെ അറിയാം, അഹരോനെ അറിയാം, ശമൂലിനെ അറിയാം, ദാവീദിനെ അറിയാം, ഇങ്ങനെ ധാരാളം ആളുകളെ അറിയാം. 22 ലക്ഷത്തോളം ആളുകളും ഇസ്രായേലിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലേക്ക് പുറപ്പെട്ടു പോകുന്നതിൽ നമുക്ക് അറിയാവുന്നവരെ വിരലിലുണ്ടാവുന്ന ആളുകളെ ഉള്ളൂ. നല്ല ഓർമ്മശക്തി ഉള്ളവർക്ക് ഒരുപക്ഷെ തലവന്മാരെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ 70 പേരെ മൂപ്പന്മാരെ അറിയാമായിരിക്കും. അതിനപ്പുറത്തേക്ക് ആർക്കും അറിയില്ല. ചരിത്രം എന്ന് പറയുന്നത് നേതൃത്വത്തിന്റെ ചരിത്രമാണ്. നേതൃത്വം പരാജയപ്പെട്ടാൽ ദൈവജനവും പരാജയപ്പെടും, യാതൊരു സംശയവുമില്ല. സഭാചരിത്രം നോക്കിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോസ്തോലിക കാലം കഴിഞ്ഞാൽ പിന്നെ പിതാക്കന്മാരുടെ കാലം എന്നാ പറയുന്നത്. അപ്പോസ്തോലിക പിതാക്കന്മാര് ക്ലെമന്റ് ഉണ്ട്, ക്ലെമന്റ് ഫ്രോം ഉണ്ട്, ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് ഉണ്ട്, പോളികാർപ്പ് ഉണ്ട്, ഐറേനിയസ് ഉണ്ട്, ജസ്റ്റിൻ മാർട്ടിൻ ഉണ്ട്. 3-ാം നൂറ്റാണ്ടിലേക്കൊക്കെ വരുമ്പോൾ തെർത്തുല്യൻ ഉണ്ട്, നിക്കോലൈറ്റസ് ഉണ്ട്, ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ ഉണ്ട്, ഒറിജിൻ ഉണ്ട്. 4-ാം നൂറ്റാണ്ടിലേക്ക് നാം വരുമ്പോൾ നമുക്ക് അരിയൂസ് എന്ന് പറഞ്ഞൊരു ദുരുപദേഷ്ടാവിനെ കാണാൻ കഴിയും. അദ്ദേഹത്തെ ഖണ്ഡിച്ച് അഥനേഷ്യസ് എന്ന് പറഞ്ഞ ഒരു ആളെ കാണാൻ കഴിയും. കൈസരിക്കാരനായ യുസീബിയസിനെ കാണാൻ കഴിയും. അതുപോലെ ഒരു കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ കാണാൻ കഴിയും. കുറച്ചുകൂടെ മുന്നോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നവീകരണത്തിന്റെ കാലത്തേക്ക് വരുമ്പോൾ നവീകരണ കർത്താക്കളായിട്ടുള്ള അനേകരെ നമുക്കറിയാം. ലൂതറിനെ അറിയാം, കാൽവിനെ അറിയാം, സ്വിംഗ്ലി അറിയാം, ജോൺ നോക്സിനെ അറിയാം, ജോൺ വെസ്ലി അറിയാം, വിറ്റ്ഫീൽഡിനെ അറിയാം, ഡാർബി അറിയാം. മിഷൻസിന്റെ ചരിത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഹഡ്സൺ ടൈലർ അറിയാം, ജഡ്സനെ അറിയാം, അങ്കിൾ ക്യാമിനെ അറിയാം, വില്യം കേറിയെ അറിയാം, ലിവിങ്സ്റ്റനെ അറിയാം, ബക്സിങ്ങിനെ അറിയാം, ഫ്രാൻസിസ് ഷെയ്ഫർ അറിയാം, വാൻഡിലിനെ അറിയാം, ഏബ്രഹാം കൈപ്രെ അറിയാം. ഇങ്ങനെ കുറച്ച് ആളുകളെ നമുക്കറിയാം. ഇവർക്ക് ഈ ലീഡേഴ്സാണ്. അപ്പൊ സഭയുടെ ചരിത്രം എന്ന് പറയുന്നത്, അതുപോലെ ദൈവജനത്തിന്റെ ചരിത്രം എന്ന് പൊതുവെ പഴയ നിയമ പുതിയ നിയമ ചരിത്രം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹിസ്റ്ററി ഓഫ് ലീഡേഴ്സ്.
chosen men whom God used. ദൈവം തിരഞ്ഞെടുത്തതും ദൈവം ഉപയോഗിച്ചതുമായിരിക്കുന്ന ചില നേതൃത്വത്തിലുള്ള ആളുകളുടെ ചരിത്രമാണ്. ഇന്നത്തെ നമ്മുടെ വലിയ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പേര് പറഞ്ഞ ആളുകളെ പോലെ അറിയപ്പെടുന്ന ആളുകൾ ഇന്നില്ല. അത് നമ്മുടെ പരാജയമാണ്. നമുക്കെല്ലാം ചോട്ടാമോട്ട ലീഡേഴ്സേ ഉള്ളൂ. അവരന്യോന്യം വഴക്ക് കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ലീഡേഴ്സ് നേതൃത്വമാണ്. നേതൃത്വമില്ലാതെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയും. മിഷണറിമാരുടെ ആവശ്യമുണ്ട്, ഉപദേഷ്ടാക്കന്മാരുടെ ആവശ്യമുണ്ട്, സുവിശേഷകന്മാരുടെ ആവശ്യമുണ്ട്, പ്രശസ്തരായ ബൈബിൾ പ്രഭാഷകരുടെ ആവശ്യമുണ്ട്. നമുക്കങ്ങനെ വ്യത്യസ്ത നിലയിൽ മൂപ്പന്മാര്, ഡീക്കന്മാര് എല്ലാ നിലയിലും ഉള്ളതായിരിക്കുന്ന നേതാക്കന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. നേതൃത്വത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തെ ദൈവം മാനിക്കുന്ന ആഗ്രഹമാണ്. ഏതൊരു കാലത്തും സഭ വളരുന്നത്, സഭ വിജയിക്കുന്നത് നല്ല നേതൃത്വം സഭയ്ക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. ഇന്നിപ്പോ ഇല്ല. ഇന്നിപ്പോ നമ്മുടെ തദ്ദേശീയ ലോക്കൽ ചർച്ചസിനെ എടുത്തു കഴിഞ്ഞാൽ ലോകത്തിൽ അറിയപ്പെടുന്ന, ക്രിസ്തീയ കോളത്തിൽ അറിയപ്പെടുന്ന ഒരു ലീഡർ പോലും നമുക്കില്ല. അത് നമ്മുടെ മാത്രമല്ല, മൊത്തത്തിൽ നാം പറയുമ്പോ അങ്ങനെയുള്ള ആളുകളൊന്നുമില്ല. നമ്മളെ പോലെയുള്ളതായിരിക്കുന്ന സുവിശേഷ വിഹിത, യാഥാസ്ഥിതിക തദ്ദേശീയ സഭകൾക്ക് മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. എക്ലീസിയാസ്റ്റിക്കൽ ചർച്ചസിന് പോലും ഉണ്ട്. ബിഷപ്പന്മാരും മെത്രാന്മാരും ഒക്കെ ഉണ്ടെങ്കിലും അവരൊന്നും അറിയപ്പെടുന്നവരാരുമില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ സമുദായങ്ങളിൽ പോലും അവരെ സ്വാധീനിക്കാവുന്നവരും അവരെ യഥാർത്ഥത്തിൽ നടത്തുന്നവരുമായിരിക്കുന്ന ആളുകളില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളില്ലാതെ നമുക്ക് ഒരിക്കലും വിജയിക്കുവാനായിട്ട് കഴിയുകയില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുമ്പോൾ പറയുന്ന ഒരു പ്രസ്താവനയുണ്ടല്ലോ, അക്കാലത്ത് ഇസ്രായേലിൽ രാജാക്കന്മാരില്ലായിരുന്നു, ഓരോരുത്തരും താൻ ശരിയെന്ന് തോന്നിയ മാർഗത്തിൽ നടന്നു, താൻ ബോധിച്ചതെന്നാണ്. ദാറ്റ് വിച്ച് വാസ് റൈറ്റ് ഇൻ ഹിസ് ഓൺ ഐ. സ്വന്തം കണ്ണിൽ ശരിയെന്ന് തോന്നിയതുപോലെ അവരൊക്കെ നടന്നു. ഒരാളുടെ കണ്ണിലെ ശരി വേറൊരാളുടെ കണ്ണിൽ ശരിയല്ല. നേതൃത്വമില്ല. നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലെയാണ് വഴി, ഇതിലേ പോകൂ എന്ന് പറയുന്ന ആളുകളാണല്ലോ നേതാക്കന്മാരെന്ന് പറയും. അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് നേതൃത്വ നിരയിലേക്ക് ആളുകൾ വരിക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരിൽ എത്ര പേർ നേതൃത്വ നിരയിലേക്ക് വരുന്ന ദശാബ്ദങ്ങളിൽ കേരളത്തിലുള്ളതായിരിക്കുന്ന ദേശീയ സഭകളെ, ലോക്കൽ ചർച്ചസിനെ ശരിയായ ദിശയിലേക്ക് നടത്തുവാൻ കഴിവും പ്രാപ്തിയുമുള്ള ദൈവം ഉപയോഗിക്കുന്ന എത്ര പേർ മുന്നോട്ട് വരും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ദൈവജനത്തെ ശരിയായ പാതയിൽ നടത്തുവാൻ കഴിവുള്ള, ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന നേതാക്കന്മാരല്ലെങ്കിൽ വ്യക്തികൾ, ഭക്തന്മാർ എന്നൊക്കെ നിങ്ങൾ വിളിച്ചുകൊള്ളൂ, അവരില്ലാതെ വന്നാൽ ദൈവജനത്തിന്റെ ചരിത്രം വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു ചരിത്രമായി. എവിടെ പോകണമെന്നറിയില്ല, എങ്ങനെ പോകണമെന്നറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയാണ് വരുവാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ നേതൃത്വ ക്ലാസ്സുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ സഹോദരന്മാരോട് ചോദിച്ചില്ല നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഈ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്ലാസ് കൊണ്ട്. ഞാൻ പറയും, ഒന്ന്, നേതൃത്വ പ്രാധാന്യത്തെക്കുറിച്ച് വിശ്വാസികളെ ബോധവൽക്കരിക്കുക. നേതൃത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശ്വാസികളെ ബോധവൽക്കരിക്കുക. ഞങ്ങൾക്ക് ശരിയായ നേതൃത്വത്തെ തരണമേ കർത്താവേ എന്ന് ദൈവത്തോടെ
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നേതൃത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു വലിയ അവബോധം വിശ്വാസികളുടെ മനസ്സിൽ സൃഷ്ടിക്കുക എന്നുള്ളത് ഈ ക്ലാസ്സുകളുടെ ഉദ്ദേശമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നേതൃത്വ സാധ്യതകളുള്ള വിശ്വാസികളെ വളർത്തുക എന്നുള്ളതാണ്. നേതൃത്വ സാധ്യതകളുള്ള വിശ്വാസികളെ വളർത്തുക. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഒരു കിടാരിക്ക് മാത്രമേ ഒരു പശുവായിട്ട് വളരുവാനായിട്ട് സാധിക്കൂ, ഒരു ആട്ടിൻകുട്ടിക്ക് മാത്രമേ ഒരു ആടായിട്ട് വളരുവാൻ സാധിക്കൂ. ആന തിരുന്ന പനയോലയും മറ്റും ആട്ടിൻകുട്ടിക്ക് കൊടുത്താലൊന്നും അത് ആനയായിട്ട് വളരുകയില്ല. ഒരു ആനക്കുട്ടിക്ക് മാത്രമേ ആനയായി വളരുവാൻ കഴിയൂ. അപ്പൊ ആട്ടുകുട്ടിയെ കണ്ടിട്ട് ആനക്കുട്ടിയാക്കാനായിട്ട് നാം എത്ര ശ്രമിച്ചാലും അത് സാധിക്കില്ല, പരാജയപ്പെടുകയോ. പിന്നെ നേതൃത്വ ക്ലാസ്സുകൾ എന്ന് പറയുന്ന ലീഡർഷിപ്പ് ട്രെയിനിങ് ക്ലാസ്സുകളിൽ എല്ലാവരും വരാൻ നാം അനുവദിക്കുന്നു, ഉത്സാഹിപ്പിക്കുന്നതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ നേതൃത്വ സാധ്യതകളുള്ള ആളുകളെ കണ്ടെത്തിയിട്ടല്ലേ വളർത്താൻ നോക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വരട്ടെ, അവരെ നേതൃത്വ സാധ്യതകളെ നമുക്ക് കണ്ടെത്താം. കണ്ടെത്തിയാൽ പിന്നെ അവരെ വളർത്താം. അതിനുള്ള പ്രോത്സാഹനവും അതിനുള്ള ഉപദേശവും പരിശീലനവും ഒക്കെ നമുക്ക് അവർക്ക് കൊടുക്കാം. അപ്പോൾ ഈ ക്ലാസ്സുകൾ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസികളായ നിങ്ങൾക്ക് നേതൃത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ സത്യസന്ധമായ ഒരു അവബോധം, ഒരു കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് ഉണ്ടാകണം. രണ്ടാമത്, അങ്ങനെ നേതൃത്വ സാധ്യതയെക്കുറിച്ചും ആവശ്യത്തെക്കുറിച്ചും ബോധമുണ്ടായ ആളുകളിൽ നിന്നും നേതൃത്വ സാധ്യതയുള്ള ചില ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ നേതൃത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാം. ഇത് രണ്ടും സാധ്യമായാൽ നേതൃത്വ ട്രെയിനിങ് ക്ലാസ് വളരെ പ്രയോജനകരമാണ്. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാം അറിയാം. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നു എങ്കിൽ അവൻ നല്ല വേല ആഗ്രഹിക്കുന്നു. അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തീയ സഭയിലെ ഏറ്റവും ആഗ്രഹിക്കത്തക്കതായിരിക്കുന്ന ഒന്നാണ്. അത് ഇല്ലാതെ ഒരാൾക്കും നേതൃത്വത്തിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. എനിക്ക് കർത്താവിന്റെ സഭയിലെ ഒരു നേതാവാകണം, ദൈവജനത്തെ നയിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരാളാകണം, സഭയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ലക്ഷ്യത്തിലേക്ക് സഭയെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരാളാവണം എന്നൊക്കെയുള്ള നല്ല ആഗ്രഹങ്ങൾ. എന്നാൽ അതിൽ വന്നു ചേരാവുന്നതായിരിക്കുന്ന ഒരാപത്ത് സ്ഥാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് പലർക്കും ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞു, ഒരുത്തിന് അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ അവന്റെ അധികാരത്തെയോ സ്ഥാനത്തെയോ ഒന്നുമല്ല, പിന്നെയോ നല്ല വേലയാണ് ആഗ്രഹിക്കുന്നത്. അവിടെ വേല എന്നുള്ളതിന് എർഗോൻ, എനർജിയുടെ യൂണിറ്റാണ് എർഗോൻ എന്ന് പറഞ്ഞാൽ അവൻ ഒരുപാട് എനർജി ചെലവാക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അധ്യക്ഷ സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ കർത്താവിന്റെ ജനത്തിന് വേണ്ടി ഒരുപാട് ഊർജം ചെലവാക്കാമായിരുന്നു, ഒരുപാട് അധ്വാനിക്കാമായിരുന്നു, ഒരുപാട് വിയർപ്പെടുക്കാമായിരുന്നു, ഒരുപാട് പ്രാർത്ഥിക്കാമായിരുന്നു, അവരെ ഒരുപാട് ഉത്സാഹിപ്പിക്കാമായിരുന്നു. ഇങ്ങനെ വേലയ്ക്ക് അടിവരയിടുന്ന അത് ആഗ്രഹിക്കുന്ന ആളുകളാണ് നല്ല ലീഡേഴ്സായിട്ട് വരുന്നത്. അല്ലാത്തവര് നല്ല ലീഡേഴ്സായി വരുമില്ല. അവർ അധികാരമോഹികളും ദൈവജനത്തിനിടയിൽ ഭിന്നതയുണ്ടാക്കുന്നവരും മറ്റുള്ളവരെ അടിച്ചൊതുക്കി ഭരിക്കുന്നവരും ഒക്കെ ആയിട്ട് മാറും. അപ്പൊ വേല ആഗ്രഹിക്കുന്ന ആളുകളെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത്. യോഗ്യതയുള്ളവരെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിൽ ആത്മാർത്ഥമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവൻ വേല ആഗ്രഹിക്കുന്നവനാണോ അതോ സ്ഥാനം ആഗ്രഹിക്കുന്നവനാണ്. അതറിയാനായിട്ട് ഒരു മാർഗമാണ് പ്രധാനമായിട്ടുള്ളത്. വേറെ മാർഗങ്ങൾ കണ്ടെന്നു വരാം. ആ പ്രധാന മാർഗം എന്തെന്ന് ചോദിച്ചാൽ, ഇവൻ ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്? ഇവൻ വേല ചെയ്തുകൊണ്ടാണോ ഇരിക്കുന്നത്?
നല്ല വേല ആഗ്രഹിക്കുന്നവന് സ്ഥാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവൻ എന്ത് ചെയ്യും? വേല ചെയ്യും. ഞായറാഴ്ച രാവിലെ വന്നു, സഭാവോട് കൂത്തിട്ടില്ല, കസേര തുടച്ചിട്ടില്ല, നിരത്തിയിട്ടില്ല, ടേബിൾ സെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ആകുമ്പോ അവന് അതിന് നിയമിക്കപ്പെട്ട ആളുകൾ വരട്ടെ എന്ന് നോക്കി കാത്തിരിക്കയില്ല. അവൻ അവിടെ ഒരു വേല ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കി അവൻ ആ വേലയിലേക്ക് അങ്ങ് പ്രവേശിക്കും. ചൂലെടുക്കുന്നു, തൂക്കുന്നു, അടിച്ചു വാരുന്നു, കസേരകൾ നിരത്തുന്നു, തൂക്കുന്നു, തുടയ്ക്കുന്നു, മേശ സെറ്റ് ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് മറ്റുള്ളവർക്ക് അവരാൻ വേണ്ടി കാത്തിരിക്കില്ല, അവരങ്ങ് ചെയ്യുന്നു. കാരണം വേല ആഗ്രഹിക്കുന്നവനാണ്. നേതൃത്വത്തിലേക്ക് അങ്ങനെ വേലയാഗ്രഹിക്കുന്ന ആളുകളെ കണ്ടെത്തി കൊണ്ടുവരിക എന്നുള്ളത് സഭയുടെ ലക്ഷ്യമാകണം. പ്രത്യേകിച്ച് സഭയ്ക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്ന ആളുകളുടെ ലക്ഷ്യമാകണം. അവർക്ക് ആ വിഷയത്തിൽ ട്രെയിനിങ് കൊടുക്കാം. കൂടുതൽ പ്രഗത്ഭമായി ഫലപ്രദമായി ആ ജോലികൾ ചെയ്യുവാനായിട്ട് നമുക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കാം. പക്ഷെ അവൻ വന്നപ്പോ ആരും വന്നിട്ടില്ല, കോള് തുറന്ന് കിടപ്പുണ്ട്, തൂത്തിട്ടുമില്ല, വാരിയിട്ടുമില്ല, കസേര ഇട്ടിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവൻ അവിടെ ഒരു കസേര എടുത്ത് വെളിയിൽ പോയി അവിടെ കാഴ്ചയും കണ്ട് അവൻ അവിടെ ഇരിക്കുകയാണ്. പിന്നെ സഹോദരന്മാർക്ക് വരുമ്പോൾ അവൻ ചോദിക്കുകയാണ്, ഇവിടെ ആരാ ലീഡേഴ്സ്, ആരാ ഇവിടെ? രാവിലെ ആരും വന്നുമില്ല, തുടച്ചുമില്ല, തൂത്തുമില്ല, ഇങ്ങനെയാണോ എന്ന് പറയുന്ന ആള് ഒരു വേല ആഗ്രഹിക്കുന്ന ആളെ അല്ല. ഈ വേലയാഗ്രഹിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് നേതൃത്വ പരിശീലനത്തിന്റെ ഒരു വലിയ ലക്ഷ്യമാണ്. അപ്പൊ ശരിയായ നേതൃത്വം ദൈവജനത്തിന് ലഭിക്കാതെ വന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ജനം ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അവിടെയുള്ള കുറച്ച് ആളുകളെ പറ്റി അവരിൽ ഓരോരുത്തരും പ്രഭുവായിരുന്നു എന്നാണ്. പക്ഷേ തെറ്റായ ലക്ഷ്യവും സ്വഭാവവും ഒക്കെ ഉള്ളവരായിരുന്നു. അതുകൊണ്ട് അവരെ കൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ട് യഥാർത്ഥ നേതൃത്വത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം അത് വളരെ നല്ലതാണ്. പക്ഷേ അത് വേലയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിരിക്കണം, സ്ഥാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമല്ല. രാഷ്ട്രീയക്കാരുടെ കാര്യം പറയുമ്പോൾ ഒക്കെ അങ്ങനെയാണ്. രാഷ്ട്രീയക്കാരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് MLA ആകാൻ ആഗ്രഹിക്കുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നത് പഞ്ചായത്ത് നന്നാക്കാനോ സംസ്ഥാനം നന്നാക്കാനോ അല്ല. പിന്നെ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഫണ്ടുകൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. ഫണ്ടുകൾ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഓരോ ഗവൺമെന്റ് പോകുമ്പോഴും ഫണ്ടൊന്നും ഉപയോഗിച്ചില്ല, ലാപ്സായി പോയി എന്നൊക്കെ കേൾക്കും. അല്ലെങ്കിൽ ഒരുപാട് ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തതായിട്ടൊക്കെ നമുക്ക് കേൾക്കും. അപ്പൊ നേതൃത്വത്തിന് വേണ്ടിയുള്ള വാഞ്ച നല്ലതാണ്. 1 തിമോഥെയോസ് 3:1 വായിച്ചതുപോലെ നേതൃത്വത്തിന് വേണ്ടിയുള്ള വാഞ്ച വളരെ നല്ലതാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ രസകരമായ നല്ലൊരു വാക്യമാണത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. എന്താണ് അവിടെ പറയുന്നത്? ദൈവം പ്രവാചകരുമായിട്ട് ഇടപെടുകയാണ്. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടു. ശിഷ്യാ പ്രവാചകൻ അത് കേട്ടു. കേട്ടിട്ട് ഇരുന്ന ആളുടെ കേട്ടോടാ പിള്ളേരെ, ദൈവം ചോദിക്കുന്നത് കേട്ടോ? ആരാ പോകുന്നെന്ന്? നിനക്കൊക്കെ ഒന്ന് പോകരുതോ? വേറെ ജോലിയൊന്നും ഇല്ലല്ലോ വീട്ടില് എന്നല്ല യെശയ്യാവ് പ്രതികരിച്ചത്. അങ്ങനെയാണ് നമ്മുടെ ആളുകൾ പ്രതികരിക്കുന്നത്. യെശയ്യാ പ്രതികരിച്ച് എങ്ങനെയാണ്? അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറയും. അടിയനിതാ അടിയനെ അയക്കണം. വേലയ്ക്ക് വേണ്ടി ലഭ്യമാണ് ഞാൻ, നിന്നെ നീ അയച്ചാൽ മതി. എന്റെ സ്വന്തം ശക്തിയിലും ഇനീഷ്യേറ്റീവിലും ഞാൻ പോകില്ല. നീ അയച്ചാൽ ഞാൻ പോകാൻ കർത്താവേ, പോകാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം. കർത്താവിനും അങ്ങനെയുള്ള ആളുകളെയാണ് ആവശ്യം. എന്നാൽ ഇന്നത്തെ ആളുകൾ അങ്ങനെയല്ല. ഇന്നത്തെ ആളുകളൊക്കെ പറയടാ, നിനക്ക് വേണ്ടിയാ അത് പറഞ്ഞ കേട്ടോ, നിനക്ക് വേണ്ടിയാ അത് പറഞ്ഞ കേട്ടോ,
നീ അതേക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ നേതൃത്വ സാധ്യതകളെ തട്ടിമാറ്റുന്ന ആളുകളാണ് ഇന്നുള്ളത്. യഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം ഒരു ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. ദൈവം പറയുകയാണ്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കുന്നതിന് ഞാൻ ഒരു പുരുഷനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ജനത്തിന്റെ മധ്യേ നിൽക്കുവാൻ, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ മനസ്സുള്ള ഒരു മനുഷ്യനെ, ഇടിവിൽ നിൽക്കുവാൻ മനസ്സുള്ള ഒരു മനുഷ്യനെ കർത്താവ് സങ്കടത്തോടെ പറഞ്ഞു, എന്താ ഞാൻ ആരെയും കണ്ടില്ല. കത്തോലിക്കരുടെ ഇടയിലെ പറഞ്ഞു കേൾക്കുന്ന ഒരു തമാശയുണ്ട്. പോപ്പിന് ഒരിക്കൽ ഒരു ദർശനം ഉണ്ടായി. ആ ദർശനത്തിൽ താന് കണ്ടത് റോമൻ കത്തോലിക്ക സഭയിൽ നിന്നും ഒരാൾ ആഫ്രിക്കയിലേക്ക് സുവിശേഷവുമായി പോകുന്നു. അവിടെ അദ്ദേഹം പോയി സുവിശേഷം പറഞ്ഞ 1000-10,000 ആളുകളെ കത്തോലിക്ക സഭയിലേക്ക് ചേരുന്നു. അനേക അച്ഛന്മാരാകുന്നു, കന്യാസ്ത്രീകളാകുന്നു. അതിനുശേഷം ഈ മിഷണറിയെ ശിരച്ഛേദം ചെയ്ത് കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ പോപ്പ് ഈ ദർശനം കണ്ടു. വത്തിക്കാനിലും ചുറ്റുപാടുമുള്ളതായിരിക്കുന്ന എല്ലാ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും വിളിച്ചു. കാരണം വെള്ള കുപ്പായം ഇട്ടതായിരിക്കുന്ന ഒരാളെയാണ് ഇങ്ങനെ ആഫ്രിക്കയിലേക്ക് അയക്കുന്നതായിട്ട് കണ്ടത്. പിന്നെ അച്ഛനോ കന്യാസ്ത്രീയോ ഒക്കെ ആകണമല്ലോ. അപ്പൊ അവരെല്ലാം വിളിച്ചു കൂട്ടി. വത്തിക്കാൻ സ്ക്വയറിലുള്ള 10,000-കണക്കിന് അച്ഛന്മാരും കന്യാസ്ത്രീകളും മറ്റാളുകളും വന്നുകൂടി. പോപ്പ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, എനിക്ക് ഒരു ദർശനമുണ്ടായി. ദൈവം എന്നോട് സംസാരിച്ചു. തിരുസഭയിൽ നിന്നും ഒരാൾ ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി പോയി തന്റെ പ്രവർത്തനം കൊണ്ട് 1000-10,000 കണക്കിന് ആളുകള് അവർ മതത്തിലേക്ക്, സഭയിലേക്ക് ചേരുകയും അവരിൽ അനേക അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ആകുകയും ചെയ്തു. അതിനുശേഷം ആ മിഷണറി അവിടുത്തെ ആളുകളെ ശിരച്ഛേദം ചെയ്തു, അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. സഭ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് ഉടനെ തന്നെ പ്രഖ്യാപിക്കും, കാലതാമസം കൂടാതെ. അപ്പോ അതാരെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന് അറിയാനായിട്ടാണ് ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചു. അപ്പൊ എല്ലാവരും പൊട്ടുകുത്തി കണ്ണുകളടച്ച് ധ്യാനാത്മകമായി പ്രാർത്ഥനയോടുകൂടെ, ഞാനാണോ കർത്താവേ, ഞാനാണോ പോകേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കാൻ പറഞ്ഞു. കർദിനാളന്മാരും പോപ്പും മേളിലെ ബാൽക്കണിയിൽ മുട്ടുകുത്തി. എന്നിട്ട് അവരവിടെ ചില ആളുകളെ ആക്കിയിരുന്നു. പറഞ്ഞു, ഞങ്ങൾ ഒരു പക്ഷിയുടെ ചെറിയ തൂവല്, ആ സോഫ്റ്റ് ആയിട്ടുള്ള തൂവലുണ്ടല്ലോ, പൂപ്പന്താടി പോലെയുണ്ട്, അത് താഴേക്കിടും. അത് വന്ന് ആരുടെ തലയിൽ വന്ന് ഇരിക്കുന്നു, ആളിനെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇവരോട് പറഞ്ഞു, അങ്ങനെ വന്നിരിക്കുന്ന ആളിനെ അത് വന്നിരുന്നാൽ ഉടൻ നിങ്ങൾ അറിയിച്ചേക്കണം. ഞങ്ങൾ അവരെ വിളിച്ചു വരുത്തി അവരെ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവരെ പേരയ്ക്ക് വേണ്ടി അയക്കുന്ന. അവരവിടെ പോയി വലിയ വേല ചെയ്ത് അവസാനം രക്തസാക്ഷിയായി മരിക്കും. സഭ അവരെ വിശുദ്ധനായി ഉടനെ തന്നെ പ്രഖ്യാപിക്കും. 1000-10,000 കന്യാസ്ത്രീകളും അച്ഛന്മാരും ഭക്തിയോടുകൂടെ മുട്ടുകുത്തിയിരിക്കുകയാണ്. തൂവലിട്ടിട്ട് കുറേ നേരമായി. ആരും യാതൊരു ശബ്ദവും പുറപ്പെടുവിക്കുന്നില്ല. ആളുകളോട് പറഞ്ഞിരുന്നു, തൂവല് തലയിൽ വന്നിരുന്നാൽ ഉടൻ നിങ്ങൾ അറിയിക്കണം. അപ്പൊ കർദിനാളിൽ ഒരാൾ പറഞ്ഞു, പിതാവേ, അറിയിപ്പ് വരുന്നില്ലല്ലോ, എന്താ സംഭവിച്ചത്? അടുത്തിരുന്ന് വേറൊരു കർദിനാൾ പറഞ്ഞു, പിതാവേ, വെള്ളുള്ളിയുടെ മണം കണ്ടുമാനം വരുന്നുണ്ടല്ലോ, എന്താണ് കാരണം? അവസാനം കർദിനാൾ ചെറിയ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഈ തൂവൽ ഓരോരുത്തരുടെ തലയിലേക്ക് ചെന്നിരിക്കാനായിട്ട് തുടങ്ങുമ്പോ അതിങ്ങനെ കടന്നു വരുമ്പോഴേ അവൻ എന്ത് ചെയ്യും? ഇതിനെ ഊതി മാറ്റുക.
ഊതി അടുത്ത ആളുടെ തലയിലേക്ക് വരിക. അങ്ങനെ ഭയങ്കര എല്ലാവരും ഊതി 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 മാറ്റുമ്പോ ഇറ്റലിക്കാരെല്ലാം ധാരാളം വെളുത്തുള്ളി കഴിക്കുന്നവരായതുകൊണ്ട് അവരുടെ ശ്വാസത്തിൽ നിന്ന് ഈ വെള്ളുള്ളിയുടെ മണമാണ് അന്തരീക്ഷം മുഴുവനായത്. പക്ഷെ തൂവലാരുടെയും തലയില് ഇരിക്കാൻ അവർ അനുവദിച്ചില്ല. വിശുദ്ധനായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാലും ഇനിയും എന്തൊക്കെ പ്രതിഫലങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞാലും റിസ്ക് ഉള്ള ഒരു കാര്യത്തിലും സമർപ്പിക്കുവാനായിട്ട് മനുഷ്യന് മനസ്സിൽ. നമ്മുടെ ഇടയിൽ അങ്ങനെ തൂവലൊന്നും ഇട്ടല്ലല്ലോ, ദൈവാത്മാവിന്റെ വിളി അനുസരിച്ചല്ലേ. പിന്നെ ദൈവാത്മാവ് വിളിക്കാത്തത് കൊണ്ടാണോ ഈ തൂവൽ ആരുടെയും തലയിൽ ചെന്നിരിക്കാത്തത് എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാവരും ഈ വിളി അടുത്തിരിക്കുന്ന സഹോദരന് വേണ്ടിയും സഹോദരിക്ക് വേണ്ടിയുമാണ് എന്ന് അവർ നിശ്ചയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ തലയിൽ ആ തൂവലിരിക്കുവാൻ ബന്ധിരിക്കുവാൻ അവർ അനുവദിക്കുകയും. എന്റെ പ്രിയമുള്ളവരെ, വേല എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും വേലയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ ദൈവം അവരെ വിളിച്ചിട്ട് കാര്യമില്ല, അവരതിന് റെസ്പോണ്ട് ചെയ്യണം. അടിയനിതാ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ പോകാമെന്ന് പറഞ്ഞ് തന്നെ തന്നെ സമർപ്പിക്കണം. അങ്ങനെ ഒരു സമർപ്പണമില്ലാത്ത ആളുകൾക്ക് നമ്മൾ എത്ര ട്രെയിനിങ് ക്ലാസ് നടത്തിയാലും എന്തെല്ലാം പ്രോത്സാഹനങ്ങൾ നടത്തിയാലും എൻ്റെ പ്രിയമുള്ളവരെ, നേതൃത്വത്തെ നമുക്ക് ലഭിക്കുകയും. യിരെമ്യാപ്രവചനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒരു നല്ല വാക്യമാണ്. ബൈബിളിലെ എല്ലാ വാക്യങ്ങളും നല്ല വാക്യങ്ങൾ തന്നെ. ദൈവം, സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവരുണ്ടോ? ഒരുത്തനെ കാണാമോ എന്ന് യെരൂശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളെ തിരഞ്ഞ് അറിയുകയും ചെയ്യും. കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. കണ്ടുവെങ്കിൽ. ദൈവം ഏത് കാലത്തും പാപത്തിനെതിരെ പ്രതികരിക്കുന്നവനാണ്. യെരൂശലേം പട്ടണം ദൈവത്തിന്റെ പട്ടണമാണ്, ദൈവത്തിന്റെ ആലയം അവിടെയാണ്. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോ ദൈവത്തിന് യെരൂശലേമിനെ സഹിക്കുവാൻ കഴിയുകയില്ല. ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? ദൈവം യെരൂശലേമിനോട് ക്ഷമിക്കത്തക്കവണ്ണം നീതി ന്യായവും പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ മുന്നോട്ട് വന്ന് യെരൂശലേമിന് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നുവെങ്കിൽ, പക്ഷെ പറഞ്ഞ ഒരാളുമില്ല. ഇന്നത്തെ വലിയ പ്രശ്നം ഇത് തന്നെയാണ്. ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ, ദൈവത്തിന്റെ ജനത്തെ മുന്നോട്ട് നടത്തുവാൻ, ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവവിളിയുള്ള ഒരാളെ കണ്ടെത്തുമോ എന്ന് നാം ആത്മാർത്ഥമായിട്ട് നോക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആരെയും കണ്ടുകിട്ടുന്നില്ല എന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും വളരെ പ്രതിഫലമുള്ളതായിരിക്കുന്ന ജോലിയാണ് ഈ നേതൃത്വ ജോലി എന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഈ ഇടയ ജോലി എന്ന് പറയുന്നത്, ഈ നേതൃത്വ ജോലി എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ള ഒന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞത്. 4-ാമത്തെ വാക്യം, 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഏറ്റവും ഉന്നതമായിരിക്കുന്ന അംഗീകാരം തന്നെയാണ് ദൈവം കൊടുക്കാൻ പോകുന്നത്. പക്ഷെ അതിനൊരാൾ മുന്നോട്ട് വരണ്ടേ? അപ്പൊ നേതൃത്വ വിളി നല്ലതാണ്, ജോലി നല്ലതാണ്, സ്ഥാനം നല്ലതാണ്, പ്രതിഫലം നല്ലതാണ്, അതിന്റെ പ്രയോജനം ഫലം നല്ലതാണ്. പക്ഷേ നേതൃത്വ ശുശ്രൂഷകൾ ഏൽക്കുവാൻ തക്കവണ്ണം താല്പര്യമുള്ള ആളുകളെ ഇന്ന് നമുക്ക് കണ്ടെത്തുവാൻ പ്രയാസം. നമ്മുടെ സഭകളിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ. കർത്താവിന്റെ വേലയ്ക്കും സഭാപരിപാലനത്തിനും വേണ്ടി മുന്നോട്ട് വരാൻ ആളില്ല. ഒരു കാലത്തുണ്ടായിരുന്നു. നമുക്ക് ഏതാണ്ട് 100ഓളം വേലക്കാരെ കർത്താവിന് വേല ചെയ്യുന്നവരുണ്ട്. അവരെല്ലാവരും ഏതാണ്ട് മുന്നോട്ട് വന്നത് ഒരേ കാലഘട്ടത്തിലാണ്. ചില സഭകളിൽ 5-6 വേലക്കാർ വന്നിട്ടുണ്ട്.
എന്താ കർത്താവ് ഒരു കാലഘട്ടത്തിൽ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ? അന്നുണ്ടായിരുന്നവരെക്കാൾ എത്രയോ വിദ്യാഭ്യാസം കൂടുതലുള്ളവരും കഴിവ് പ്രാപ്തി കൂടുതലുള്ളവരും ഒക്കെ ഇന്നുണ്ട്. അന്ന് ലഭിച്ചതിനേക്കാൾ വേലക്കാർക്ക് സപ്പോർട്ടിന് എത്രയോ കൂടുതൽ ലഭിക്കുന്നുണ്ട്. അന്ന് അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യാനുണ്ടായിരുന്നത് കഷ്ടതയും പട്ടിണിയും പ്രയാസവും മാത്രമാണ്. എങ്കിലും ആളുകൾ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ഇന്ന് നമുക്കങ്ങനെ ആളുകളെ കിട്ടുന്നില്ല. സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് സ്വഭാവമുള്ളവരുണ്ടായിരുന്നു, കഴിവുള്ളവർ കുറവായിരുന്നു എന്ന് ഞാൻ അങ്ങ് പറയുകയാണ്. ഇന്ന് കഴിവുള്ളവർ കൂടുതലാണ്, പക്ഷേ സ്വഭാവമുള്ളവർ കുറവാണ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ജഡമോഹവും ലോകത്തിന്റെ സ്നേഹവും പ്രതാപവും ഒക്കെ വിശ്വാസികളുടെ ഇടയിൽ ധാരാളമായി സ്വാധീനം ചെലുത്തുന്നുണ്ട്. വളരെ ഉന്നത വിദ്യാഭ്യാസങ്ങൾ പല നിലയിൽ ലഭിച്ചവരുണ്ട്. അറിവ് വളരെ കൂടുതലുള്ളവരുണ്ട്. പക്ഷേ കർത്താവിന്റെ വേലയുടെ മഹത്വം കണ്ടവരെ കുറവാണ്. സ്വഭാവ ശ്രേഷ്ഠത കുറവാണെന്ന് ഞാൻ അവരെ കുറിച്ച് പറയും. എന്ന് പറയാൻ കള്ളം പറയുന്നവരായിരുന്ന എല്ലാവരും ഒന്നും അങ്ങനെയൊന്നും അല്ല അർത്ഥമാക്കിയത്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഭാരം, സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന ആത്മാർത്ഥമായ താല്പര്യം, ദൈവവചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള താല്പര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വലിയ ഒരു ഇടിവ് ദൈവജനത്തിന്റെ മധ്യേ ഉണ്ടായിരുന്നു. അത് ഒരു വിധത്തിലും പ്രോത്സാഹജനകമായ കാര്യമാണ്. കഴിവും സ്വഭാവശ്രേഷ്ഠതയും ഒത്തിണങ്ങി പോകുമ്പോൾ മാത്രമേ പ്രയോജനകരമായ നിലയിൽ ഉപയോഗിക്കപ്പെടുന്ന ആളുകൾ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ലഭിക്കുകയുള്ളൂ. കഴിവുകളെ വളർത്താൻ കഴിയും, സ്വഭാവത്തെ വളർത്തുവാൻ കഴിയും. പക്ഷെ രണ്ടിനും വളരെ അധികം അധ്വാനവും ചെലവും വേണം. അതിന് മനസ്സും അതിനുവേണ്ടി ചെലവാക്കുവാനുള്ളതായിരിക്കുന്ന സന്നദ്ധതയും വേണം. അതില്ലാതെ സാധിക്കും. അപ്പൊ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത് ഈ നേതൃത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ ഈ ചെയ്യുന്നതായിരിക്കുന്ന ലീഡർഷിപ്പ് ട്രെയിനിങ് ക്ലാസിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുമാണ്. അതൊക്കെ സഫലമായി തീരണമെങ്കിൽ എൻ്റെ സഹോദരന്മാരെ, അതിനുവേണ്ടിയുള്ളതായിരിക്കുന്ന വലിയൊരു താല്പര്യവും അതിനുവേണ്ടി ഒരു സ്വയം സമർപ്പിക്കുവാനുള്ള ഒരു സമർപ്പണ ബോധവും എല്ലാം നമുക്ക് ആവശ്യം. സഭയുടെ നേതൃത്വത്തിൽ ഇന്നുള്ളവരുടെ ഏറ്റവും വലിയ ഉദ്യോഗം എന്ന് പറയുന്നത്, ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, കഴിവും സ്വഭാവവും ദൈവവിളിയും ഉള്ളതായിരിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ ദൈവവേലയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ദൗത്യം വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യം. അതിനുവേണ്ടി അതിന്റെ മഹത്വം കണ്ടെത്തി, കർത്താവിന്റെ വേലയുടെ മഹത്വം കണ്ടെത്തി ആളുകൾ മുന്നോട്ട് വരണം. ഒരു അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുമെങ്കിൽ നല്ല വേല ആഗ്രഹിക്കും. ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷനാകുമ്പോൾ പാടാത്ത കിരീടം നൽകുന്ന അതിപ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ദൈവജനത്തിന്റെ ബഹുമാനവും ആദരവും ലഭിക്കുന്ന ഒരു ജോലിയാണ്. കർത്താവിന്റെ ജനത്തെ നയിക്കുന്നതിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അത് സാമ്പത്തികമായ ലാഭങ്ങളല്ല. സമ്പത്ത് കൊണ്ട് വാങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ അത്യുന്നതമായിരിക്കുന്ന ലാഭങ്ങളാണ് അതുകൊണ്ടുള്ളത്. പക്ഷേ നമ്മുടെ കണ്ണുകൾ ശരിയായ ലക്ഷ്യത്തിലല്ലെങ്കിൽ നമുക്ക് കർത്താവിന്റെ ജനത്തെ നയിക്കുന്ന നേതൃത്വ ജീവിതം ആഗ്രഹിക്കുവാനും അതിനുവേണ്ടി സമർപ്പിക്കുവാനും പ്രയാസമാണ്. ദൈവം അങ്ങനെയുള്ള നല്ലൊരു ആഗ്രഹത്തെ നമ്മുടെ വിശ്വാസികൾക്ക് നൽകണം. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, അവരുടെ കണ്ണുകൾ ലോകത്തിന്റെ ധനത്തിലല്ല, ലോകം നൽകുന്ന ബഹുമാനത്തിലല്ല, നിത്യതയിൽ തന്നെ ആയിരിക്കട്ടെ, ദൈവം നൽകുന്ന ആദരവിലായിരിക്കട്ടെ.
ദൈവജനത്തിനു വേണ്ടി അധ്വാനിക്കുന്ന അധ്വാനത്തിലായിരിക്കും. നല്ലവനും വിശ്വസ്തനും എന്നുള്ള കർത്താവിന്റെ വിളിയിലായിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് വിജയകരമായി നേതൃത്വ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. ദൈവം നിങ്ങളെ ഈ വിഷയത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ മുന്നോട്ട് പോകട്ടെ. എന്താണ് നേതൃത്വം എന്ന് പറഞ്ഞാൽ, നേതൃത്വത്തിന്റെ അർത്ഥം എന്താണ്, നേതൃത്വത്തിന്റെ ലക്ഷ്യം എന്താണ്, നേതൃത്വത്തിന്റെ തരങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഞാൻ നിങ്ങളോട് ഇന്ന് അവശേഷിക്കുന്ന അല്പസമയം കൊണ്ട് അല്പകാര്യങ്ങൾ പറയാം. ബാക്കി അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. എന്താണ് നേതൃത്വം എന്ന് പറഞ്ഞാൽ, ലോർഡ് മൺഗോമറി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ബ്രിട്ടീഷുകാരൻ ആത്മീയ നേതൃത്വത്തിന് വേണ്ടി കൊടുത്തതല്ല, ലോകത്തിൽ നേതൃത്വം എന്ന വിഷയത്തിന് വേണ്ടി കൊടുത്തതായിരിക്കുന്ന ഒരു നിർവചനമുണ്ട്. അതൊരു നല്ല നിർവചനമാണ്. അദ്ദേഹം പറഞ്ഞു, പൊതുവായ ലക്ഷ്യത്തിനു വേണ്ടി പുരുഷന്മാരെയും സ്ത്രീകളെയും അണിനിരത്തുവാനും അവർക്ക് ആവേശം പകർന്നു നൽകുവാനുമുള്ള കഴിവാണ് ഈ നേതൃത്വം, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു രാജ്യമാണെങ്കിൽ അതിന് പൊതുവായ ഒരു ലക്ഷ്യമുണ്ട്. ഒരു ഭവനമാണെങ്കിലും പൊതുവായൊരു ലക്ഷ്യമുണ്ട്. ഒരു സഭയാണെങ്കിലും അതിന് പൊതുവായൊരു ലക്ഷ്യം കാണുമല്ലോ. ആ ലക്ഷ്യത്തിന് വേണ്ടി സഭയുടെ അംഗങ്ങളെ എല്ലാവരെയും, പുരുഷന്മാരെയും സ്ത്രീകളെയും അണിനിരത്തുവാനും ആ ലക്ഷ്യത്തിലേക്ക് മാർച്ച് ചെയ്യുവാനും ആ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ളതായിരിക്കും ഒരു ആവേശം സഭയ്ക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ആളുകളാണ് നേതാക്കന്മാർ. അങ്ങനെ ഉള്ള കഴിവാണ് നേതൃത്വ കഴിവെന്ന് പറയുന്നത്. ഒരു നല്ല നിർവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് പൂർണ്ണമായ ഒരു നിർവചനമല്ല. ജോൺ മോട്ട് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മിഷണറി വീരനെ കുറിച്ച് പറഞ്ഞത്, വഴി അറിയുന്നവനും വഴി കാട്ടുന്നവനും മറ്റുള്ളവരെ തൻ്റെ പിന്നാലെ വഴി നടത്തുന്നവനുമാണ് ലീഡർ, നേതാവ്. വഴി അറിയുന്നവൻ, വഴി കാട്ടിക്കൊടുക്കുന്നവൻ, മറ്റുള്ളവരെ തൻ്റെ പിന്നാലെ വഴി നടത്തുന്നവൻ. നല്ല കുറച്ചുകൂടെ മെച്ചമായൊരു നിർവചനമാണ് എന്ന് എനിക്ക് തോന്നുന്നു. വഴി അറിയാത്ത ഒരാൾക്കും നേതാവാകാൻ കഴിയുകയില്ല. ഇതിലെയാ പോകേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു അന്ധൻ എങ്ങനെ നേതാവാകാൻ കഴിയുന്നു? ദൈവജനത്തിന്റെ ഇന്നത്തെ ആവശ്യം എന്താണ്, ഏത് വഴിയാണ് ദൈവജനം പോകേണ്ടത് എന്ന് വ്യക്തമായി ബോധ്യതയില്ലാത്ത, അറിവില്ലാത്ത ഒരാൾക്ക് ദൈവജനത്തെ നയിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് വഴി കാട്ടാൻ കഴിയുന്നവനായിരിക്കണം. ഈ അന്ധനായ ഒരു മനുഷ്യനെ വഴി ചിലപ്പോൾ അറിയാം. അന്ധന്മാർക്കും ഒരു ആന്തരിക ബോധ്യതയൊക്കെ ഉണ്ട്. അവരിങ്ങനെ വഴി തത്തി പോകുന്നത് കാണാം, ദൂരം പോകും, കറക്റ്റായിട്ടൊക്കെ അവർ എത്തിച്ചേരും. പക്ഷേ ഒരു ജനസമൂഹത്തെ വഴി നടത്താമോ എന്ന് ചോദിച്ചാൽ അതിനുള്ളതായിരിക്കുന്ന കഴിവ് അവർക്കില്ല. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ വഴി അറിഞ്ഞാൽ പോരാ, വഴി കാണിച്ചു കൊടുക്കണം. അതുപോലെ വഴി അറിയാവുന്ന എല്ലാവരും വഴി കാട്ടാൻ കഴിവുള്ളവരല്ല. എന്ന് മാത്രമല്ല, തൻ്റെ പിന്നാലെ വഴി നടത്തണം എന്ന് പറഞ്ഞാൽ ലീഡർ മസ്റ്റ് ബി ഇൻ ദ ഫ്രണ്ട്. ആളുകൾ ഇവന്റെ പുറകെ പോകത്തക്കവണ്ണം അവനിൽ കോൺഫിഡൻസ് ഉണ്ടാകണം. ഈ ജനത്തെ ലക്ഷ്യത്തിലേക്ക് യാതൊരു ആപത്തും കൂടാതെ എത്തിക്കുവാൻ എനിക്ക് കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് അവനും ഉണ്ടാകും. ഈ മനുഷ്യന്റെ പുറകെ പോയാൽ നാം ലക്ഷ്യത്തിലെത്തും, ഇടയ്ക്ക് പരാജയപ്പെടുകയില്ല എന്നുള്ള ബോധ്യത ജനത്തിനുണ്ടാകും. ഇന്ന് സഭയിൽ നേതൃത്വം വഹിക്കുന്ന പലരെ സംബന്ധിച്ച് അവർക്ക് വഴി അറിയാമോ എന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. കാരണം അവർ പോകുന്നതായിരിക്കുന്ന ദിശ നോക്കിയിട്ട് തെറ്റായ വഴിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അറിയാവുന്ന വഴി പോലും പറഞ്ഞു കൊടുക്കാൻ അറിയാൻ വയ്യാത്ത ആളുകളുണ്ട്. അവർ പറയുന്നത് കേട്ടാൽ മറ്റുള്ളവർക്ക് ബോധ്യമാവുകയുമില്ല. അവരുടെ പിന്നാലെ പോകുവാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നന്നായി വഴി അറിയാവുന്നവരാണ്, പക്ഷെ അവരുടെ പിന്നാലെ പോകില്ല. അതൊരു കോൺഫിഡൻസ് ആണല്ലോ. ഞാൻ ഒരാളെ അനുഗമിക്കുക എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് അല്ലേ? ആ ആളിന്റെ സ്വഭാവത്തിലും കഴിവിലുമുള്ള ആത്മാർത്ഥമായിരിക്കുന്ന എൻ്റെ ബോധ്യതയാണ്, വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ്. അപ്പൊ നേതൃത്വ ക്ലാസ്സുകളിൽ നാം നേടുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒന്നാമത് ദൈവജനം പോകേണ്ട വഴി ഏതാണ് എന്നിവരെ ബോധ്യപ്പെടുന്നു. രണ്ടാമത്
ആ വഴിയെ ആളുകളെ നടത്തുവാൻ ഉള്ള കഴിവും പ്രാപ്തിയും അവർക്ക് നേടിക്കൊടുക്കണം. മൂന്നാമത്, അനുഗമിക്കുവാൻ കൊള്ളാകുന്നവരാണ്, വിശ്വസ്തരാണ് എന്നുള്ളതായിരിക്കുന്ന ആത്മബോധം അണികളിൽ വളർത്തും. ഇത് ഈ ലീഡർഷിപ്പിന്റെ വലിയൊരു ഭാഗമാണ്. ഒരുപാട് ആളുകൾ ലീഡേഴ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് ഒരു വഴി അറിയില്ല. അവർക്ക് അറിയാവുന്ന വഴി പോലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. അവർ പറയുന്ന വഴിയെ ആളുകൾ പോവുകയുമില്ല. കാരണം അങ്ങനെ ഒരു കോൺഫിഡൻസ് അവരിൽ വേണ്ടേ. സഭയുടെ നേതൃത്വത്തിന് ഇതാവശ്യമാണ്. നമ്മുടെ കർത്താവിനെ ആളുകൾ അനുഗമിച്ചപ്പോ കർത്താവിന് വഴി അറിയാൻ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയാണെന്ന് പറഞ്ഞു. വഴി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. കർത്താവ് ജീവിതകാലത്ത് എത്ര ആളുകൾക്ക് താൻ വഴി കാണിച്ചു കൊടുക്കും. എന്റെ പിന്നാലെ വരുവീൻ എന്ന് അവരോട് പറഞ്ഞു. കർത്താവിനെ അനുഗമിക്കുവാനുള്ള ഉത്തേജനവും കർത്താവിനുള്ള ആത്മബലവും കർത്താവ് ജീവിച്ചതായിരിക്കുന്ന കാലത്ത് ദൈവം നൽകിയിരുന്നു. ഓരോ അങ്ങനെയുള്ള ഒരു നേതാവായിരുന്നു. അവന് വഴി അറിയാമായിരുന്നു, വഴി കാണിച്ചു കൊടുക്കുന്ന വിദഗ്ധനായിരുന്നു. വലിയ ഒരു ജനസമൂഹത്തെ തനിക്ക് പിന്നാലെ കൊണ്ടുപോകുവാൻ അവന് യോഗ്യതയുണ്ടായിരുന്നു, ആത്മവിശ്വാസം അവർക്കുണ്ടായി. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് അങ്ങനെയുള്ള നേതൃത്വം ആവശ്യമാണ്. അവരെ സൃഷ്ടിക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യമാണ്, നമ്മുടെ ആവശ്യമാണ്. അത് അത്ര എളുപ്പമുള്ള ജോലിയല്ല എന്നെനിക്കറിയാം. പക്ഷെ അസാധ്യമായ ജോലിയൊന്നുമല്ല, സാധ്യമായ ദൗത്യം തന്നെയാണ്. നാം അതിനുവേണ്ടി മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും മുന്നോട്ട് പോവുകയും വേണം. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഹാരി ട്രൂമാൻ നേതൃത്വത്തെ പറ്റി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവരെ കൊണ്ട് ഇഷ്ടമായി ചെയ്യിക്കുവാൻ കഴിയുന്നവനാണ് ഒരു യഥാർത്ഥ ലീഡർ എന്ന് പറയും. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവരെ കൊണ്ട് ഇഷ്ടമായി ചെയ്യിക്കുവാൻ കഴിവുള്ളവനാണ് ഒരു നേതാവ്. പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളെ ഇഷ്ടമായി പ്രാർത്ഥിപ്പിക്കാൻ, സുവിശേഷ വേല ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളെ ഇഷ്ടമായി സുവിശേഷ വേല ചെയ്യിക്കുവാൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളെ ധാരാളമായി വാരിക്കോരി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുപ്പിക്കും. ഇങ്ങനെയൊക്കെ കഴിവുള്ള ആളുകളാണ് യഥാർത്ഥമായ ലീഡേഴ്സ്. ട്രൂമാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ സഭകളിലെ ലീഡേഴ്സ് യഥാർത്ഥത്തിൽ പരാജയമല്ലേ എന്ന് ഞാൻ എന്നോട് തന്നെ അങ്ങ് ചോദിക്കുകയാണ്. കാരണം എന്ത്? സുവിശേഷ വേല എല്ലാവരും ചെയ്യേണ്ടതാണ് എന്ന് ലീഡർക്കറിയാം. പക്ഷെ തന്നോടുകൂടെയുള്ള സഹോദരന്മാരാരും സുവിശേഷ വേല ചെയ്യുന്നവരല്ല. വല്ലപ്പോഴും രണ്ടാം ശനിയാഴ്ച ഒരു വേലയുണ്ട് എങ്കിൽ അത് എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്ത് എല്ലാവരും വരണമെന്ന് പറഞ്ഞാൽ 50 പേരുള്ള സഭയിൽ നിന്ന് 5 പേര് വന്നേക്കും. മറ്റേ 45 പേരെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുവാനായിട്ട് ലീഡർക്ക് കഴിഞ്ഞില്ല. ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ കർത്താവ് നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണ്, പക്ഷെ ആളുകൾക്ക് ഇഷ്ടമില്ല. അവരുടെ ടേസ്റ്റ് ബഡ്സിനെ ഉദ്വേഗിപ്പിച്ചിട്ട് ഈ സ്വാദ് അവരെ ഇഷ്ടപ്പെടുത്തി ആ ആഹാരം അവരെ കൊണ്ട് കഴിപ്പിക്കാനാണ്. ചില മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ ആഹാര കാര്യത്തിൽ പരാജയമാണ്. ഞാൻ പിള്ളേർ പറഞ്ഞില്ല, ഞാൻ പാവയ്ക്ക വിടും, എനിക്ക് ഇഷ്ടമല്ലെങ്കിലേ പാവയ്ക്ക, വെണ്ടയ്ക്ക എനിക്ക് ഇഷ്ടമല്ലെങ്കിലേ, വഴുതനങ്ങ എനിക്ക് ഇഷ്ടമല്ലെങ്കിലേ. ദൈവം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചു നൽകിയിരിക്കുന്ന നല്ല നല്ല പച്ചക്കറികളാണ്, പക്ഷെ അതൊന്നും പിള്ളേർക്ക് ഇഷ്ടമല്ല. പിള്ളേരെ കൊണ്ട് അത് ഇഷ്ടപ്പെടുത്തിക്കുവാനും അവരെ കൊണ്ട് തീറ്റിക്കുവാനും ഈ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് മാത്രം പിള്ളേർ കഴിക്കും. മാതാപിതാക്കന്മാർ എത്ര അധ്വാനിച്ചുണ്ടാക്കി വെച്ചാൽ പരാജയപ്പെട്ടില്ലേ? തികച്ചും പരാജയപ്പെട്ടില്ലേ? ഇതിന്റെ നന്മയെക്കുറിച്ച് അവരെ ബോധ്യമാക്കുവാൻ, ഇത് അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്, കൊണ്ട് ഭക്ഷിച്ചേ മതിയാകൂ എന്നവരെ പഠിപ്പിക്കുവാൻ, ഇതൊന്നും ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല.
അതുപോലെയാണ് എടുക്കുന്ന കാര്യത്തിൽ, സുവിശേഷ വേലയ്ക്ക് പോകുന്ന കാര്യത്തിൽ, സഭായോഗത്തിൽ പോകുന്ന കാര്യത്തിൽ, കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന കാര്യത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ദൈവം അവർക്ക് കൊടുത്തത്. അക്കാലങ്ങളിൽ അവരെ ട്രെയിൻ ചെയ്യിക്കുവാൻ ഒരു പ്രയാസവും ഇല്ല. പക്ഷേ ഈ മാതാപിതാക്കൾ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് അവർ സഭയെ നടത്തുന്നത്? സ്വന്തം കുടുംബത്തെ പരിപാലിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കുമെന്നല്ലേ പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചു. അപ്പൊ ഈ ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിപാടി സത്യസന്ധമായും കാര്യക്ഷമമായും നിവർത്തിക്കുവാൻ ദൈവജനത്തിന് ഉത്തരവാദിത്വ ബോധവും അർപ്പണബോധവും നൽകി അവരെ കൊണ്ട് ദൈവത്തിന്റെ വേല കാര്യക്ഷമതയോടുകൂടി സന്തോഷത്തോടുകൂടി ചെയ്യിക്കുന്നതിനുള്ള ഒരു ക്രമീകരണമാണ് ഈ ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത്. സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. ദൈവത്തിന്റെ പരിപാടികൾ ഇന്ന് ദൈവം ചെയ്യുന്ന 2 പരിപാടികൾ: ഒന്ന് സുവിശേഷം, ആത്മാക്കളെ രക്ഷിക്കുക; 2 സഭ പണിയുക. നമ്മുടെ കർത്താവ് പറഞ്ഞ 2 കാര്യമാണ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുകയും രക്ഷിക്കപ്പെടുന്നവരെ ചേർത്ത് സഭ പണിയുക. ഈ കാര്യങ്ങൾ സത്യസന്ധമായും കാര്യക്ഷമമായും നിവർത്തിക്കുവാനൊക്കെ വേണം ദൈവജനത്തിന് ഉത്തരവാദിത്വ ബോധവും അർപ്പണബോധവും നൽകി അവരെ കൊണ്ട് വേല ചെയ്യിക്കുക എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നേതൃത്വം തന്നെ ഇത് ചെയ്തില്ല പിന്നെ എങ്ങനെയാ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്? നേതൃത്വത്തിന് തന്നെ ഇത് ബോധ്യമല്ലേ പിന്നെ എങ്ങനെയാ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത്? ഇത് നന്മയാണ് എന്ന് നേതൃത്വം കരുതുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിശ്വാസികള് ഇത് നന്മയാണെന്ന് അവരെ കൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുന്നത്? ആത്മീകമായ നേതൃത്വത്തിന്റെ കർത്തവ്യങ്ങളിൽ അമ്പയെ പരാജയപ്പെട്ട് കിടക്കുന്നതായിരിക്കുന്ന ആളുകളാണ് ഇന്ന് സഭകളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭകളും നേതൃത്വത്തിൽ പരാജയപ്പെട്ട് കിടക്കുക. കർത്താവിന്റെ കാര്യപരിപാടിയിൽ മുന്നോട്ട് വരുവാൻ നാം എത്ര പ്രസംഗിച്ചാലും ആളുകൾ വരില്ല. കാരണം പ്രസംഗിക്കുന്ന ആളുകൾ അത് ചെയ്യുന്നില്ലല്ലോ, അവരുടെ മക്കളത് ചെയ്യുന്നില്ലല്ലോ, അവരുടെ ഭാര്യമാർ. നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും സ്വീകാര്യമല്ലാത്തതായിരിക്കുന്ന കാര്യങ്ങൾ സഭയ്ക്ക് സ്വീകാര്യമാണ് എന്ന നിലയിൽ നാം പറഞ്ഞാൽ അവരത് സ്വീകരിക്കുമോ? ഇല്ല. അപ്പൊ ഇക്കാര്യത്തിൽ വളരെ വലിയ ഒരു മുന്നോട്ട് വരവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടത് ആവശ്യം. ഈ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്ലാസ് കൊണ്ട് നേടുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നതാണ്. നേതൃത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും സഭയിലെ വിശ്വാസികൾ ഗ്രഹിക്കണം, അംഗീകരിക്കണം. അതിനുവേണ്ടി അവർ മുന്നോട്ട് വരണം. അവരെ അത് ഗ്രഹിപ്പിക്കുന്നതിൽ, അവരെ അത് അംഗീകരിപ്പിക്കുന്നതിൽ, അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ സഭയുടെ വർത്തമാനകാല നേതൃത്വം വിജയിക്കണം. അത് വിജയിക്കുവാൻ അവരുടെ ഉപദേശം മാത്രം പോരാ, അവരുടെ മാതൃകയും വളരെ ആവശ്യമാണ്. ഞങ്ങൾ പറയുന്നത് കേൾക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഞങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യുക എന്നുകൂടെ വേണം. അല്ലെങ്കിൽ കർത്താവ് പരീശന്മാരെ കുറിച്ച്, ശാസ്ത്രിമാരെ കുറിച്ച് പറഞ്ഞതുപോലെയാകും. അവർ അധികാര കസേരകളിൽ ഇരിക്കുന്നവരാകൊണ്ട് അവർ പറയുന്നത് നിങ്ങൾ ചെയ്യുക. പക്ഷെ അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. കാരണം അവർ പറയുന്നതല്ലാതെ യാതൊന്നും ചെയ്യുന്നവർ. മൂപ്പന്മാരും മിഷണറിമാരും ഒക്കെ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തോ. കാരണം അവർക്കൊക്കെ അത് പറയാനും പഠിപ്പിക്കാനും അധികാരപ്പെടുത്തിയവരാണ്. പക്ഷെ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. കാരണം അവർ പറയുന്നതല്ലാതെ യാതൊന്നും ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗതി എന്തായിരിക്കും? നാം എവിടെ ചെന്നെത്തും? അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിരിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ലീഡർഷിപ്പ് ട്രെയിനിങ് ക്ലാസ്സിൽ ഇങ്ങനെയുള്ള സത്യങ്ങളിൽ ആളുകളെ അവബോധമാക്കുന്നതിനും അതിന് കഴിവും പ്രാപ്തിയും സന്നദ്ധതയുള്ളവരെ കണ്ടെത്തി അവരെ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്യിച്ച് ദൈവത്തിന്റെ വേല അവരെ കൊണ്ട് ചെയ്യിക്കുന്നതിനും ഉള്ള ഒരു ക്രമീകരണമായിട്ട് ഇതായിരിക്കണം. വെറുതെ നോട്ട്ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടിട്ട് നന്നായിരുന്നു ബ്രദറെ ക്ലാസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതെന്തിനാണ്? അതിന്റെ കാര്യം എന്താ? അതിന്റെ എന്ത് പ്രയോജനമാണ് ചെയ്യുന്നത്?
വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എൻ്റെ ഹൃദയത്തിന് ഏറെ ഭാരമുള്ള ഒരു വിഷയമാണ്. കാരണം ദൈവത്തിൻ്റെ ജനം നേതൃത്വം ഇല്ലെങ്കിൽ അവർ നശിച്ചു പോകും. യഥാർത്ഥ നേതൃത്വം അവർക്ക് നൽകുകയും ലക്ഷ്യത്തിലേക്ക് അവരെ നടത്തുകയും അവരെ കൊണ്ട് കർത്താവിൻ്റെ ജനത്തിന് നേതൃത്വം നൽകിക്കുകയും കർത്താവിൻ്റെ വേല ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുവാൻ നമുക്ക് ആളുകൾ ആവശ്യമാണ്. എന്ത് പറയുന്ന ഒരു സഭായോഗം പോലും നടത്തേണ്ടതുപോലെ നടത്തുവാൻ ഇന്ന് പലയിടത്തും കഴിയുന്നില്ല. ഒരു ഗാന ശുശ്രൂഷ പോലും ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ല. ഒരു സങ്കീർത്തനം വായിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ പോലും നമ്മെ കൊണ്ട് ശരിക്കും കഴിയുന്നില്ല. വളരെ വിഷയങ്ങൾ പരാജയപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് ഈ പരാജയങ്ങളെ നമുക്ക് വിജയിക്കണം, അതിജീവിക്കണം, നാം മുന്നോട്ട് പുരോഗമിക്കണം. കർത്താവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്യണം. എന്നെ ഈ ക്ലാസ്സിന് വേണ്ടി ക്ഷണിച്ച് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ്സുകൾ ഇങ്ങനെ തുടങ്ങണമെന്ന് ദൈവം നിങ്ങൾക്ക് തോന്നിച്ചുവെങ്കിൽ അതൊരു നല്ല ചിന്തയാണ്. പരമാവധി പ്രയോജനം ചെയ്ത് നമുക്ക് മുന്നേറാം. കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അധികം സമയമില്ല. ഉള്ള സമയം ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ, വിശ്വസ്തയോടുകൂടെ, കാര്യക്ഷമതയോടും സമർപ്പണത്തോടുകൂടെ കർത്താവിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.